എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് വിദേശത്തേക്കുള്ള മലയാളി വിദ്യാർത്ഥികളുടെ ഒഴുക്ക്. അത് പഠനത്തിനായിട്ട് ജോലിക്കായിട്ടൊക്കെ ഇങ്ങനെ ആളുകൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഗോസ്റ്റ് വില്ലേജുകൾ വരുന്നു എന്ന് വരെ നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും എന്തൊക്കെ സാധ്യതകൾ, എല്ലാവർക്കും അവരവരുടെ ജീവിതം മെച്ചപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതിനുവേണ്ടി എന്തൊക്കെ വഴികൾ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് എല്ലാവരും ചിന്തിക്കും. അതിന് ആരെയും തെറ്റു പറയാൻ കഴിയില്ല. അപ്പോൾ ആ സാധ്യതകൾ എന്തൊക്കെയാണ്, പിന്നെ ഈ സാധ്യതകൾ ആളുകൾ ഉപയോഗിക്കുമ്പോൾ അത് എന്തൊക്കെ രീതിയിൽ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ വരുത്തുന്നു എന്നാണ് നമ്മളോട് നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം ശ്രീ അനിൽകുമാർ സാറിൽ തുടങ്ങാമെന്ന് കരുതുന്നു. ഇപ്പോൾ സർക്കാർ തന്നെ ഒരു സംവിധാനമാണ് അവിടെ. ഇപ്പോൾ ഒരുപാട് നമുക്കറിയാം, ഒരു സമയത്ത് ഈ വിസ തട്ടിപ്പുകളുടെ വാർത്ത നമ്മൾ നിരവധി കേൾക്കുമായിരുന്നു. ഇപ്പോൾ പോലും ചിലപ്പോഴെങ്കിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ അതില്ലാതെ വളരെ സുരക്ഷിതമായി നമുക്ക് വിദേശത്തേക്ക് പോകാനും ജോലി സാധ്യതകൾ കണ്ടെത്താനും ഒക്കെ സർക്കാരിൻ്റെ തന്നെ ഒരു സംവിധാനമുണ്ട് എന്നത് ആളുകളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അപ്പോൾ സാറിൻ്റെ ആദ്യത്തിൽ ഇതൊരു വിദേശത്തേക്കുള്ള ഒഴുക്കിനെ കുറിച്ചാണെങ്കിലും എങ്ങനെ ഒഡെപെക്കിൻ്റെ ഒരു പ്രവർത്തനം ഈ മേഖലയിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ട്? എല്ലാവർക്കും നമസ്കാരം. ലോകത്ത് ഏതാണ്ട് 32 ദശലക്ഷം ആളുകൾ പ്രവാസികളായിട്ടുണ്ട്. അതിനകത്ത് തന്നെ 13.4 ദശലക്ഷം എന്ന് പറയുന്നത് NRIs ആണ്. ബാക്കിയുള്ള 18.6 എന്ന് പറയുന്നത് ദശലക്ഷം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യൻ വംശജരാണ്. അവരവിടെ തന്നെ സിറ്റിസൻസാണ്. ഇപ്പം 195 രാജ്യങ്ങളിൽ 182 രാജ്യങ്ങളിലും ഇന്ത്യയുടെ സാന്നിധ്യമുണ്ട്, പ്രത്യേകിച്ച് മലയാളികളുടെ സാന്നിധ്യമുണ്ട്. അതിപ്പോൾ തുടങ്ങിയതല്ല, അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പോയ ആളുകൾ, പ്രവർത്തിക്കുന്ന ആളുകൾ. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ പോകുന്നത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സാമ്പത്തികമായ നേട്ടം. ഇപ്പോൾ GCCയിലാണ് ഏറ്റവും കൂടുതലായി മലയാളികൾ പോയിട്ടുള്ളത്. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലെല്ലാമായി ഏതാണ്ട് 21 ലക്ഷം ആളുകൾ നമ്മുടെ GCC മാത്രം ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. അപ്പോൾ നമ്മളെക്കാൾ മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടം ലഭ്യമാക്കുന്നു എന്നുള്ളത്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളത്, അങ്ങനെ പോകുന്ന ഒരു വിഭാഗമാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ സാംസ്കാരികപരമായി പോകുന്ന ആളുകൾ. ഒരുപാട് സംസ്കാരം, പടിഞ്ഞാറൻ രാജ്യങ്ങളിലെല്ലാം ഉള്ള സംസ്കാരം, അതിലാകർഷകരായിട്ട് അങ്ങനെ പോകുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ഇപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യം അത് നമ്മളെക്കാൾ കൂടുതലാണ് വിദേശത്ത് എന്നാണ് ധരിക്കുന്നത് ആളുകൾ. ശരിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ സ്ത്രീ സമത്വം അതൊരു വലിയ ഘടകമാണ്. വസ്ത്രവിധാനം വലിയ ഘടകമാണ്. ഇപ്പം മതം അനുശാസിക്കുന്ന വസ്ത്രധാരണ രീതി മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്ന് അതിനപ്പുറത്തേക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള സംസ്കാരം ഉൾക്കൊള്ളാനും കഴിയുന്ന രീതിയിൽ പോകുന്ന ആളുകളുണ്ട്. പിന്നെയുള്ള സാങ്കേതികമായ മികവ്, അങ്ങനെ ഒരുപാട് 4 ഘടകങ്ങളിലാണ് ഈ പോകുന്നത്. ഒഡെപെക് എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം എന്നതിനെക്കുറിച്ച് അറിയില്ല. ഞാനത് പറയാൻ കാരണം ഞാനിതിന് ചെയർമാനായപ്പോഴാണ് ഞാനിതിനെക്കുറിച്ച് അറിഞ്ഞത്. അതിനു മുമ്പ് എനിക്ക് ഇങ്ങനൊരു സംവിധാനം സർക്കാരിൻ്റെ കീഴിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ഒഡെപെക് ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് ഇത് 1977 ഉണ്ടാക്കിയ സ്ഥാപനമാണ്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയോടുകൂടി നിബന്ധനകൾ അനുസരിച്ച് ആണ് ഒഡെപെക് പ്രവർത്തിക്കുന്നത്. ഇത്രയും 47 വർഷത്തിനിടയ്ക്ക് ഇന്ത്യയിൽ നിന്ന് പോയത് 10,369 ആളുകളാണ്. ഈ 10,369 ആളുകൾക്കും സുരക്ഷിതമായ ജോലി, താമസം, എല്ലാ കാര്യങ്ങളും സർക്കാർ അല്ലെങ്കിൽ ഒഡെപെക് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ 7 വർഷത്തിനിടയ്ക്ക് പോയിട്ടുള്ളത് 3,200 ആളുകളാണ്. ഒരു വലിയ മാറ്റം അതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ മാത്രം 250 ആളുകൾ പോയി. അവർ പോയത് ഉസ്ബെക്കിസ്ഥാനിലേക്കാണ്. അപ്പോൾ അങ്ങനെ യൂറോപ്യൻ കൺട്രിയിലേക്ക്
ഇവിടുന്ന് ആളുകൾ പോകുന്നത് വളരെ കുറവായിരുന്നു. ഇതിനു മുമ്പ് ഒരു പക്ഷേ ഒഡേപെക്ക് തന്നെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ നേഴ്സുമാർ അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തെ പ്രവർത്തകർ എന്നുള്ള ഇതായിരുന്നു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ മറ്റ് മേഖലയിൽ കൂടി, ബ്ലൂ കോളർ മേഖലയിൽ കൂടി ആളുകൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഉസ്ബെക്കിസ്ഥാനിലേക്ക് 220 ടീച്ചേഴ്സിനെ, പ്രീ പ്രൈമറി സ്കൂളിലേക്കുള്ള ടീച്ചേഴ്സ്, അവർക്കൊക്കെ നല്ല ശമ്പളമുണ്ട്. ഏതാണ്ട് ഒരു 3 ലക്ഷം 3.5 ലക്ഷം രൂപ വരെ ശമ്പളമുള്ള ജോലിയാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകളോട് ആരോടും ഈ ഗവൺമെൻറ്റോ ഒഡേപെക്കോ 1 രൂപ പോലും വാങ്ങുന്നില്ല എന്നുള്ളത്. തികച്ചും സൗജന്യമായിട്ടാണ് എല്ലാം ചെയ്ത്. താങ്കൾ നേരത്തെ ചോദിച്ച പോലെ ഇപ്പോൾ 2 ആഴ്ച മുമ്പ് ഒരു വാർത്ത നിങ്ങൾ കണ്ടു കാണും. 10 നേഴ്സുമാർ UK പോയിട്ട് അവരുടെ ട്രാവൽ ബാൻ ചെയ്തു. അപ്പോൾ കേരളത്തിൽ ഇതുപോലുള്ള ഏജൻസികൾ ഒരുപാടുണ്ട്. ഈ ഒഡേപെക്ക് ഉണ്ടാകാനുള്ള കാരണം തന്നെ ഇതുപോലുള്ള ഏജൻസികളുടെ ചൂഷണം തടയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെയുള്ള ഏജൻസികൾ ഒരുപാട് പേര് ഇപ്പോഴും ഇപ്പോൾ UK ഒരു നേഴ്സിന് പോകണമെങ്കിൽ ഏതാണ്ട് 15 ലക്ഷം രൂപ ഈടാക്കുന്ന ഏജൻസികളുണ്ട്, എനിക്കറിയാം. UK ഒഡേപെക്ക് പറഞ്ഞയക്കുമ്പോൾ അവർക്ക് സൗജന്യമായി OETയോ IELTSO സൗജന്യമായി ട്രെയിനിങ് കൊടുത്ത് പാസ്സാക്കി പോകാൻ നേരെ 70,000 രൂപയും കൈ കൊടുത്തിട്ടാണ് പറഞ്ഞു വിടുന്നത്. എന്നാലും അത് വളരെ നല്ല കാര്യം. ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞ പോലെ ഇത്രയും വർഷമായിട്ട് 10,000 എന്നുള്ളത് വളരെ ചെറിയ കണക്കുമാണ്. 7 വർഷം കൊണ്ട് 3,000 എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ വേഗത്തിലാകട്ടെ. ആളുകൾ പോവുകയാണെങ്കിലും സാമ്പത്തികം മെച്ചപ്പെടുകയാണല്ലോ. ഈ മാസം, ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ നമ്മൾ 104 പേര് പോയി. ആ 104 പേര് പോയാൽ 77 പേര് തുർക്കിയിലേക്കാണ് പോയത്. തുർക്കിയിലേക്കൊന്നും ആരും ഇതുവരെ അങ്ങനെ പോകുന്നതല്ല. തുർക്കിയിലേക്ക് പോകുന്നത് അവിടുത്തെ ഷിപ്പ് യാർഡിലേക്കാണ്, കപ്പൽ നിർമ്മാണശാലയിലേക്ക്, വെൽഡർമാർ, ഫിറ്റർമാർ, ഗ്രൈൻഡർമാർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് ഈ പറയുന്ന 106 ആളുകൾ പോയത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ 150 പേര് DP വേൾഡിലേക്ക് പോയി. ദുബായ് പോർട്ടിൽ DP വേൾഡിലേക്ക് അവർ പോയത് 10ാം ക്ലാസ് യോഗ്യതയാണ്. ഈ പറയുന്ന വിദേശത്തേക്ക് പോകുന്നതിനകത്ത് 70% അൺസ്കിൽഡാണ്. അവർ ജീവിതം എങ്ങനെയെങ്കിലും കൈപ്പിടിയിൽ ഒതുക്കണമെന്ന് വിചാരിച്ച് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവർ വലിയ എഡ്യൂക്കേറ്റഡ് അല്ല, 10ാം ക്ലാസ് യോഗ്യതയാണ്. അവിടുത്തെ സെക്യൂരിറ്റി ആയിട്ടാണ് പോകുന്നത് DP വേൾഡിൽ. അവർക്ക് ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ആയിട്ടൊക്കെ പോകുമ്പോൾ അവരെ പണ്ട് പറയും, എന്താ പറയുക, UAE അല്ലെങ്കിൽ വിദേശത്ത് GCC കൺട്രീസിൽ ഈ ടിൻ ഷീറ്റ് അടിച്ച ഇതിനകത്ത് ചൂടും തണുപ്പും ഒക്കെ. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ ഞങ്ങളവിടെ പോയി താമസ സൗകര്യങ്ങൾ അവർ പരിശോധിച്ചു. എന്നിട്ടേ ഒരാളെ അയക്കുകയുള്ളൂ. അപ്പോൾ അയാളുടെ ജോലി, ശമ്പളം, അയാൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, അയാളുടെ താമസം, അയാളുടെ ഭക്ഷണം തുടങ്ങി അയാളുടെ ടോട്ടൽ കെയർ ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഷെയ്ഡ് ഇവർക്ക് എപ്പോഴും ഉണ്ടാവും. നല്ല AC റൂമിനകത്ത് 4 പേരേ ഉള്ള ഒരു മുറിക്കകത്ത്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ മുറിയിലും സെപ്പറേറ്റ് വാഷിംഗ് മെഷീനാണ് ലോണ്ടറിക്ക് വേണ്ടിയിട്ട്. അവർക്ക് ലെഷർ ടൈമിൽ കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കണമെന്ന് ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ വേണ്ടവന് ഫുട്ബോൾ കളിക്കാം, സ്നൂക്കറും ബില്ലിയാർഡ്സും വരെ ഉണ്ട് അവിടെ. എന്തായാലും സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അങ്ങ് പറഞ്ഞത് 5 സ്റ്റാർ സൗകര്യങ്ങളാണ്. ഈ ഗൾഫിലെ ലേബർ ക്യാമ്പുകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ വലിയ സൗകര്യങ്ങളാണ്, അത് വലിയ കാര്യവുമാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയത്, ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തതാണ് സ്റ്റഡി അബ്രോഡ്. സ്റ്റഡി അബ്രോഡ് തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 4000 ഏജൻസികളുണ്ട് വിദേശത്തേക്ക്. നിങ്ങൾ ഇങ്ങനെ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ കാണാം അല്ലേ, ബോർഡുകൾ, പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ, സ്റ്റഡി അബ്രോഡ്. നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റി പഠിക്കാം, ഈ യൂണിവേഴ്സിറ്റി പഠിക്കാം. സത്യത്തിൽ തുടങ്ങാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് നമ്മുടെ ഉക്രൈനിൽ യുദ്ധം ഉണ്ടായി. യുദ്ധം ഉണ്ടായപ്പോഴാണ് എത്ര കുട്ടികൾ അവിടെ പഠിക്കാൻ പോയി എന്നതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര ഗവൺമെൻറ്റിനോ ഒരു കണക്കുമില്ല. കാരണം ഇത് ആരാ കൊണ്ടുപോകുന്നു, എന്താ കൊണ്ടുപോകുന്നു, എവിടെയാണ് കൊണ്ടുപോകുന്നു, ആർക്കും അറിയില്ല. തിരിച്ചു വന്ന കുട്ടികളെക്കുറിച്ച് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള നിലയിലാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് തുടങ്ങിയത്. ഇപ്പം നമ്മൾ ഏതാണ്ട് 8 രാജ്യങ്ങളിലായിട്ട് 40ഓളം യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ വിദ്യാർത്ഥികളെ കൊടുക്കുന്നു. ആ കുട്ടികൾക്ക് അവിടെ പോകുന്ന സമയത്ത് 1 രൂപ പോലും രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിക്കുന്നില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 4000 ഏജൻസികളുള്ളതിൽ 3000 ഉണ്ട് എറണാകുളത്താണ്. ബാക്കി 1000 ബാക്കിയുള്ള ജില്ലകളിൽ ഉള്ള ഏജൻസികൾ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പലരും പലതരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി അവിടെ പോയി പെട്ട് കഴിയുമ്പോഴേ അറിയാം ഇതെന്താ സംഭവം എന്ന് പറയാൻ അറിയാം. പക്ഷേ ഇന്നിപ്പം 12-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 40 കുട്ടികൾക്ക് വിസയും ടിക്കറ്റും കൊടുക്കുക. കുട്ടികളാരാന്നറിയാമോ? കേരളത്തിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ. ആ കുട്ടികൾക്ക് വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടി 316 ആളുകളെ
തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഉന്നതി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ്. ആ 316 കുട്ടികൾക്ക് 25 ലക്ഷം രൂപ ഈ ഗവൺമെൻറ് ഗ്രാൻഡ് നൽകുക. ₹1 തിരിച്ചടയ്ക്കേണ്ട. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം, ആ സമൂഹത്തിൽപ്പെടുന്ന കുട്ടികൾ, അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹമാണ് എങ്കിൽ, അവരതിന് എലിജിബിൾ ആണെങ്കിൽ, അവരതിന് ക്വാളിഫൈഡ് ആണ് എങ്കിൽ അവർക്ക് 25 ലക്ഷം രൂപ ഗ്രാൻഡായി ഈ ഗവൺമെൻറ് കൊടുക്കുക. അങ്ങനെ ഗ്രാൻഡ് കിട്ടിയ കുട്ടികൾ 40 പേർക്ക് ഈ വരുന്ന 12-ാം തീയതി കാലത്ത് നിയമസഭാ കോംപ്ലക്സിൽ വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി വിസയും ടിക്കറ്റും കൊടുക്കുക. എന്തായാലും നേരത്തെ ചർച്ചയിലിരുന്നവർക്കറിയാം, അവസാനം ചോദിച്ച ചോദ്യം ആദിവാസി വിഭാഗങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നു, അവർ അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്നില്ല എന്നാണ്. അതിനുള്ളൊരു മാറ്റം ഈ വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ തന്നെയാണ് മാറ്റം വരേണ്ടത്. അതിൻ്റെ ഒരു തുടക്കം നല്ല കാര്യമാണ്. അല്ല, ആദിവാസി കുട്ടികൾ മാത്രമല്ല, ഇപ്പോൾ ഫിഷർമാൻ അത് ഇതുപോലൊരു സെക്ടറാണ്. ഇപ്പം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ അവർക്കും കൊടുക്കുന്നുണ്ട് 25 ലക്ഷം രൂപ മത്സ്യത്തൊഴിലാളി കുട്ടികൾക്ക്. ഇനി ഇതൊന്നും അല്ലാത്ത സാധാരണക്കാരുടെ കുട്ടിയാണെന്ന് വിചാരിക്കുക, അവനും കൊടുക്കാം. ഇപ്പോൾ ഞാൻ അതിനകത്ത് അത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒഡേപെക്കിലൂടെ വിദേശ വിദ്യാഭ്യാസം ലഭ്യമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വനിതാ വികസന കോർപ്പറേഷനിലൂടെ, മൈനോറിറ്റി കോർപ്പറേഷനിലൂടെ, പിന്നോക്ക വിഭാഗ കോർപ്പറേഷനിലൂടെ 4% പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കി കൊടുക്കുക, 25 ലക്ഷം രൂപ. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ ഇവിടുന്ന് കയറ്റിവിടാനുള്ള എല്ലാ സംവിധാനങ്ങളും നോക്കുന്നില്ല. ഞാൻ പോസിറ്റീവായിട്ട് അല്ല, പോസിറ്റീവായിട്ടല്ല, അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പൊ പണ്ടാരോ പറഞ്ഞ മാതിരി ഞാനിവിടെ വന്നിട്ട് ഇവിടെയുള്ള ആളുകൾ അതല്ല. വിദേശ വിദ്യാഭ്യാസം എന്ന് ഞാൻ പറഞ്ഞതുപോലെ ഒരു എക്സ്പോഷറാണ്. വിദേശ സർവകലാശാലയിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കാത്ത കുട്ടികളില്ല പുതിയ തലമുറയിലില്ല. നമ്മുടെ നാട്ടിൽ നല്ല യൂണിവേഴ്സിറ്റി ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ രാജ്യത്ത് നല്ല യൂണിവേഴ്സിറ്റി ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ വിദേശ വിദ്യാഭ്യാസം ലഭ്യമാകുമ്പോൾ അവർക്ക് ഭാഷയിലുണ്ടാകുന്ന നൈപുണ്യം, കൂടുതൽ വിവരസാങ്കേതിക വിദ്യകൾ, പുതിയ കൾച്ചറ്, പുതിയ സംസ്കാരം, പുതിയ കാഴ്ചപ്പാട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു എക്സ്പോഷറാണ്. ആ എക്സ്പോഷറിന് വേണ്ടി ആഗ്രഹിക്കാത്ത കുട്ടിയില്ല. പക്ഷേ ആ കുട്ടിക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന കുട്ടികൾ, സാധാരണക്കാരൻ്റെ മക്കൾക്ക് വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താ പറയുക, അപ്രാപ്യമായിരുന്നു, നടക്കില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഈ കേരളത്തിലെ ഏതൊരു കുട്ടിക്കും വിദേശ വിദ്യാഭ്യാസം ആഗ്രഹമാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവർ എലിജിബിൾ ആണ് എങ്കിൽ, അവർ ക്വാളിഫൈഡ് ആണെങ്കിൽ അതിനുള്ള മാർഗ്ഗം ഈ സർക്കാർ ഉണ്ടാക്കി തരുന്നുണ്ട്. ശരി, ഞാൻ ശ്രീ എസ് രാജ്, ഇപ്പോൾ ഒഡെപെക്കിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം തന്നെ സൂചിപ്പിച്ച ഒരുപാട് ഏജൻസികളുണ്ട്. അതിൽ വിശ്വാസ്യത ഉറപ്പുവരുത്തുകയാണ് ഏറ്റവും പ്രധാനം. കാരണം ഇങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ഇവിടെ ഇരിക്കുന്നവരുടെ ടെൻഷൻ കുട്ടികൾ അനുഭവിക്കുന്നതായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഓരോ കുട്ടിയുടെയും സുരക്ഷിതത്വം, അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് എന്നൊക്കെ ഈ റിക്രൂട്ട്മെൻറ്റ് ടൈമിൽ ഉറപ്പുവരുത്തുന്നത്? ഈ ഒരു ഒഴുക്ക് അത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് കേരളത്തിൽ നിന്ന് വിദേശത്തേക്കുള്ള കുട്ടികൾ? എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നേരത്തെ പറഞ്ഞതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി ശരിയാണ്. നമ്മുടെ ഇന്നത്തെ യുവതലമുറ പുതിയ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടുകൾ അവർക്കുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം, അതിന് തട്ടുന്ന രീതിയിലുള്ള കഴിവും അവർക്കുള്ളതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഈ ഒരു ഒഴുക്കിങ്ങനെ കാണുന്നത്. ഇപ്പം ഞാനിപ്പം ഏകദേശം ഒരു 20 വർഷമായിട്ട് വിദേശ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ സ്ഥാപനം തുടങ്ങിയ സമയത്ത്, 20 വർഷത്തിന് മുൻപ് തുടങ്ങിയ സമയത്തുള്ളതിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതലാണ് ഇപ്പം കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോകുന്ന കുട്ടികളുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം എന്നെപ്പോലുള്ളവർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, ഇപ്പോൾ ഞാൻ പല ഇതുപോലുള്ള സെമിനാറുകളിലും മീറ്റിങ്ങിലും ഒക്കെ പറയുന്ന ഒരു ഉദാഹരണം, അത് പറഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നിപ്പോൾ ഈ മീറ്റിങ്ങിന് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺസ് ഉണ്ട്. പക്ഷേ ഈ മൊബൈൽ ഫോൺ ഇറങ്ങിയത് ഏതാണ്ടൊരു 30 വർഷങ്ങൾക്ക് മുൻപാണ്. ഈ 30 വർഷത്തിന് മുൻപ് ഇറങ്ങിയ മൊബൈൽ ഫോൺ ഒരു പക്ഷേ ഓർമ്മയുള്ളവർക്ക് അറിയാമായിരിക്കും. കേവലം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, SMS അയക്കുക മാക്സിമം, അതുവരെ മാത്രം ഉപയോഗിക്കാൻ പറ്റിയിരുന്നൊരു ഡിവൈസ് ഇന്ന് മാറിയിട്ട് ഒരു പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഒരു ഉപകരണമായിട്ട്, നമ്മുടെ നിത്യജീവിതത്തിനൊരു വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കമ്മോഡിറ്റി ആയിട്ട് നമുക്ക് അത് മാറിയായിട്ട് കാണാൻ പറ്റും. ഒരു 30-40 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെയൊക്കെ റോഡുകളിൽ കേവലം ഒരു അംബാസഡറോ ഫിയറ്റോ മാത്രം കണ്ടിരുന്ന ഈ നിരത്തുകളിൽ ഇപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള, ഇപ്പോൾ അമേരിക്കയിലോ ജപ്പാനിലോ ഒക്കെ ഇറങ്ങുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സും മറ്റുള്ള ഓട്ടോമൊബൈൽസ്, കാറുകളും മറ്റുമൊക്കെ വന്നു തുടങ്ങി. ഈവൻ നമ്മളുടെ ലോറി ഡ്രൈവേഴ്സിൻ്റെ ട്രക്കുകൾ വരെ അത്യാധുനികമായിട്ടുള്ള GPS സംവിധാനം വരെ അതിനകത്ത് വന്നു കഴിഞ്ഞു.
നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ടെലിവിഷൻസ് നോക്കുക. ടെലിവിഷൻ ഇറങ്ങിയ സമയത്തുള്ള ടെലിവിഷനും ഇപ്പോഴത്തെ ടെലിവിഷനും ഇപ്പോഴത്തെ സ്മാർട്ട് ടി വി എന്നൊക്കെ പറയുന്നത് കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വരെ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമായിട്ട് അത് മാറി. അപ്പോൾ നമുക്ക് ഇപ്പോൾ കയ്യിൽ ഉപയോഗിക്കുന്ന വാച്ചാണെങ്കിലും ആളുകൾ കൈവാച്ച് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നിത്യജീവിതത്തിൽ നമുക്ക് വേണ്ടി വരുന്ന എല്ലാ തരത്തിലുള്ള പല കാര്യങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. എത്ര പൈസ ഇല്ലാത്തവരാണെങ്കിൽ പോലും ഒരു മൊബൈൽ ഉപയോഗിച്ച് ഒരു വർഷം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത മോഡൽ വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ അത് മാറ്റി മേടിക്കുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. പക്ഷേ ഇതേ ആഗ്രഹം നമ്മളുടെ വിദ്യാഭ്യാസ നിലവാരം അതനുസരിച്ചിട്ട് മാറുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം എൻ്റെ അമ്മ അവർ പഠിച്ചത് MA എക്കണോമിക്സ് ആണ്. ഏതാണ്ടൊരു 50 വർഷങ്ങൾക്ക് മുൻപ് പഠിച്ചാണ്. ഒരു എക്കണോമിക്സ് വിദ്യാർത്ഥി എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചും അല്ലെങ്കിൽ ലോക സാമ്പത്തിക രീതികളെക്കുറിച്ചും ഏറ്റവും ആഴത്തിൽ പഠിച്ച് അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എക്കണോമിക്സിന് പോകുന്നവർ. അപ്പോൾ എൻ്റെ അമ്മ ഏതാണ്ട് ഒരു 50 വർഷത്തിന് മുൻപ് MA എക്കണോമിക്സിന് പഠിച്ചിരുന്ന ആ തിയറിയിൽ നിന്നും കാര്യമായ മാറ്റങ്ങളില്ലാത്ത പാഠപുസ്തകങ്ങൾ തന്നെയാണ് ഇന്നത്തെ MA എക്കണോമിക്സിനും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ അക്കാഡമിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ നടത്തിയപ്പോൾ കേരളത്തിൽ നിന്നും ഒരു വർഷം PhD എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം ഏതാണ്ട് 600-നും 700-നും ഇടയ്ക്കാം. പക്ഷേ ഈ PhD എടുത്തിരിക്കുന്ന ആൾക്കാരുടെ കണ്ടുപിടുത്തങ്ങൾ ഏതെങ്കിലും ഒന്ന് നമ്മളുടെ സൊസൈറ്റിക്ക് നേരിട്ട് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തമാണോ അവർ നടത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കേവലം അവരിലേക്ക് മാത്രം ഒതുങ്ങുന്ന, അവർക്ക് അവരുടെ ഇതുവരെയുള്ള ബിരുദത്തിൻ്റെ കൂട്ടത്തിൽ ഒരു ഡോക്ടറേറ്റ് ബിരുദം കൂടി ചേർത്ത് വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മേഖലയുള്ള ഒരു റിസർച്ച് ആയിരിക്കും അവർ നടത്തിയിരിക്കുന്നത്. അതേസമയം ഞാൻ 30 വർഷത്തിന് മുൻപ് US പഠിക്കാൻ പോയി. ഞാൻ 30 കൊല്ലത്തിന് മുമ്പ് US പഠിക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഞാൻ പഠിച്ചിരുന്ന യൂണിവേഴ്സിറ്റിയിൽ 4-5 സ്റ്റുഡൻസ് അന്നത്തെ കാലത്ത് നോബൽ പ്രൈസ് വിന്നേഴ്സാണ്. കാരണം അവരുടെ റിസർച്ച് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് മാത്രം അവരുടെ പേരിൻ്റെ ഒരു ഖ്യാതി ഒരു പടി കൂടെ മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള റിസർച്ച് വർക്കുകളല്ല അവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ നടക്കുന്നത്. പകരം അവരുടെ ഓരോ റിസർച്ചിനും അവർ വർഷങ്ങൾ ചിലവാക്കുന്നു. ഇവിടെ ഒരാൾ റിസർച്ച് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പം അവരുടെ ചിലരുടെ റിസർച്ച് പ്രോജക്റ്റുകളൊക്കെ 15 വർഷം 20 വർഷം കൊണ്ടാണ് അവർ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ അത്രയും സമയം അവരതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് കിട്ടുന്ന അതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലോകം മുഴുവനും പ്രയോജനപ്രദമാകുന്ന പല കണ്ടുപിടുത്തങ്ങളിലേക്കാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നമ്പറുമായിട്ട് നോക്കാം. 600-700 പേര് ഒരു വർഷം ഇവിടെ നിന്ന് മലയാളികൾ PhD എടുക്കുന്നു. അപ്പോൾ ഇന്ത്യ മൊത്തം എത്ര ഉണ്ടാവും എന്നുള്ള ആലോചിച്ച് നോക്കുക. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ ഉപകരണങ്ങളും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ആയിക്കൊള്ളട്ടെ, ഏറ്റവും പുതിയ ഗോറില്ല ഗ്ലാസ്സില്ല ടച്ച് സ്ക്രീൻ ആരാണ് കണ്ടുപിടിച്ചത്? യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിലെ സ്റ്റുഡൻസിൻ്റെ അവരുടെ പ്രോജക്റ്റിൻ്റെ എൻഡാണ് ഗോറില്ല ഗ്ലാസ് ആയിട്ട് വന്നത്. നമ്മുടെ ഇന്ന് ഡയബറ്റിക് പേഷ്യൻസ് ഉപയോഗിക്കുന്ന ഇൻസുലിൻ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻറ്റോയിലെ അവിടുത്തെ പ്രൊഫസേഴ്സിൻ്റെയും കുട്ടികളുടെയും റിസർച്ചിൻ്റെ ഒടുവിലത്തെ അവരുടെ പ്രോഡക്റ്റാണ് ഇൻസുലിനായിട്ട് ലോകമാകമാനം ഡയബറ്റിക് പേഷ്യൻസിനുള്ള ഏറ്റവും ഉത്തമമായ മരുന്നായിട്ട് അവരുടെ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന അവർക്ക് ഗുളികളൊക്കെ ഉപയോഗിച്ച് ഏറ്റവും അവസാനം വന്നവർ നിൽക്കുന്നത് ഈ ഇൻസുലിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്നും ഇത്രമാത്രം ഒഴുക്ക് പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ വിദേശ സർവകലാശാലയിൽ പഠിക്കാനായിട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി ഈ പറഞ്ഞിരിക്കുന്ന 1-2 പോയിന്റ്സ് മാത്രമേ എനിക്ക് പറയാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് പോകുന്നവരിൽ ഭൂരിഭാഗം പേരും ഈ യുവതലമുറ അവരുടെ കയ്യിലെല്ലാം മൊബൈൽ ഫോൺസും ലോകത്തിലെ ഏറ്റവും പുതിയ അറിവുകൾ അവരുടെ വിരൽത്തുമ്പിൽ നിൽക്കുന്നുണ്ട്. അവരതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടാവണം. അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർക്ക് ഈ രാജ്യത്ത് കിട്ടുന്ന ഇപ്പോഴത്തെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു 30-40 വർഷങ്ങൾക്ക് മുൻപാണ് നമ്മുടെ നാട്ടിൽ നിന്നും പ്രവാസികളുടേതായിട്ടൊരു വലിയൊരു ഒഴുക്ക് നമ്മൾ കണ്ടു തുടങ്ങിയത്. ഗൾഫ് റീജിയൻസും മറ്റും ഓപ്പൺ ആയപ്പോൾ ഏതാണ്ട് 40 ലക്ഷത്തോളം ആളുകൾ പോയി എന്നാണ് പറയപ്പെടുന്നത്. യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിരുന്നതും പെട്ടെന്ന് ജോലി കിട്ടാനായിട്ട് സാധിക്കുമായിരുന്ന സ്ഥലവും വിസ കിട്ടാൻ എളുപ്പമുണ്ടായിരുന്ന സ്ഥലവും ഗൾഫ് റീജിയൻ ആയിരുന്നു എങ്കിൽ ഇന്ന് ഏകദേശം ഗൾഫിൻ്റെ കാര്യങ്ങൾ ഏതാണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ 2021, 22, 23, 24, 25 ഗ്രാജുവേറ്റ് ചെയ്ത് വരുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിന് തൊട്ട് മുമ്പുള്ള അവരുടെ തലമുറ പോയിരുന്നത് പോലെയുള്ളൊരു പ്രയോജനം ഇനി പോകുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ കിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞെങ്കിൽ അവർ പുതിയ മേച്ചിൽപ്പുറം അന്വേഷിക്കും. പിന്നെ മറ്റൊന്ന്, ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരാൻ പോവുകയാണ് ഇന്ത്യ മൊത്തം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി JS വർമ്മ കമ്മീഷനെ സെൻട്രൽ ഗവൺമെൻറ് നിയോഗിച്ച് ഇതിൻ്റെ പഠനങ്ങൾ നടത്തിയപ്പോൾ കണ്ടത് ഇന്ത്യയിൽ ഏകദേശം 47 മില്യൺ കുട്ടികളാണ് 10ാം ക്ലാസ് പഠനത്തോടു കൂടിയിട്ട്
സ്കൂളിംഗ് അവസാനിപ്പിക്കുന്നത്. ചിലർ 10ാം ക്ലാസ് വരെ പറ്റും, ചിലർ 10ാം ക്ലാസ്സിന് മുൻപ് പോകും, ചിലർ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിർത്തുന്ന 47 മില്യൺ കുട്ടികൾ ഇന്ത്യ ഒട്ടുക്കുണ്ട്. ഈ 47 മില്യൺ കുട്ടികളിൽ ഏകദേശം 72% പെൺകുട്ടികളുമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ട് ഇവർക്ക് എന്തുകൊണ്ടാണ് ഇവർ വിദ്യാഭ്യാസം ഒരു 10ാം സ്റ്റാൻഡേർഡ് ആകുമ്പോൾ നിർത്തിപ്പോകുന്നത്, അതിൻ്റെ സാമൂഹികപരമായ കാരണങ്ങൾ, സാമ്പത്തികപരമായ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ തിരിച്ച് നമ്മളുടെ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാന കാര്യം. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വിദ്യാഭ്യാസത്തിനെ ഭൂരിഭാഗം, അത് പേരൻസ് ആണെങ്കിലും അധ്യാപകരാണെങ്കിലും കുട്ടികളാണെങ്കിലും, ഞാൻ US പഠിക്കുകയും കാനഡയിൽ പഠിക്കുകയൊക്കെ ചെയ്തതിനൊരു അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ദർ ഇസ് ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ. ഇവിടെ നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ പോകുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് കുട്ടികളെ അയക്കുന്ന ആളുകൾക്കും പേരൻസിനാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും കുട്ടികളാണെങ്കിലും അവർ ഫോക്കസ് ചെയ്യുന്ന ക്വാളിഫിക്കേഷനിലേക്കാണ്. BTech എടുക്കുക, MTech എടുക്കുക, MCOM എടുക്കുക, BBA എടുക്കുക. ആ ഒരു പെർട്ടിക്കുലർ ബെഞ്ച് മാർക്കിലേക്ക് അവരെത്തിക്കഴിഞ്ഞാൽ ആ ഒരു മൈൽ സ്റ്റോണിൽ നിന്ന് അവർ നേരെ ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് കടക്കാനുള്ള എളുപ്പ വഴിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ തിയറി അതല്ല. ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു എക്സാമിന് ഒരു 10 പേരെ വീണ്ടും വിളിക്കുക. 20 വർഷത്തിന് മുമ്പ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്കാർ അന്ന് എഴുതിയ ആ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും അവരുടെ കയ്യിൽ കൊടുത്ത ശേഷം ഒന്നുകൂടി ഇതേ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറഞ്ഞാൽ ഈ റാങ്ക് ഹോൾഡേഴ്സ് പലരും അതിന് ഉത്തരം കൃത്യമായിട്ട് എഴുതിയിരിക്കണം എന്നില്ല. കാരണം നമ്മളുടെ ഇവിടുത്തെ സിസ്റ്റം ഇപ്പോഴും ഒരു ബൈഹാർട്ട് രീതിയാണ്. നേരെ മറിച്ച് വിദേശ സർവകലാശാലകളിൽ അങ്ങനെയല്ല. അവിടെ ദർ ഇസ് ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ നോയിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളെ ഡ്രൈവിങ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ 30 വർഷം അയാൾ പിന്നീട് ഡ്രൈവ് ചെയ്യാതിരുന്ന ആൾക്ക് വീണ്ടും ഒരു കാർ കൊടുത്താൽ അയാൾ ഡ്രൈവ് ചെയ്യും. കാരണം അത് തിയററ്റിക്കലായിട്ടല്ല അവിടെ പഠിപ്പിച്ചത്, പകരം അവരുടെ ബ്രെയിനിലേക്ക് അതിൻ്റെ ഏത് രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം നടത്തേണ്ടത് എന്ന രീതിയിലേക്ക് ഒരാളെ ഡ്രൈവിംഗ് പഠിപ്പിക്കുക. വിദേശ സർവകലാശാലകളിലും നടക്കുന്നത് ഏറെക്കുറെ അത് തന്നെയാണ്. അപ്പോൾ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി കിട്ടാൻ പോകുന്ന ഏറ്റവും ലോക ഉന്നത നിലവാരത്തിൽ, നമുക്കിപ്പോൾ iWatch വേണം, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള iPhone 15 കയ്യിൽ വേണം എന്ന് നമ്മൾ ഓരോരുത്തരും ഏത് രീതിയിൽ നമ്മുടെ ഉള്ളാരെ ആഗ്രഹിക്കുന്നു അതുപോലുള്ളൊരു ആഗ്രഹം നമ്മളുടെ കുട്ടികളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. അത് ഇപ്പോഴത്തെ ജനറേഷൻ. ഇനി കുട്ടികളെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു പക്ഷേ നിങ്ങളിൽ തന്നെ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്നത് ഒരു +2 കഴിഞ്ഞ കുട്ടിയോ അല്ലെങ്കിൽ ഡിഗ്രിയോ മാസ്റ്റേഴ്സോ കഴിഞ്ഞ ശേഷം പോകുന്നവരാണ്, അല്ലെന്ന് പറഞ്ഞൊരു 23-24 വയസ്സ് മാക്സിമം എന്നുള്ളതായിരിക്കും. പക്ഷേ എൻ്റെ സ്ഥാപനത്തിൽ നിന്നും വിദേശ വിദ്യാഭ്യാസത്തിന് പോയിരിക്കുന്ന ഏറ്റവും പ്രായമുള്ള ആളിൻ്റെ പ്രായം 68 വയസ്സായിരുന്നു. എന്ന് പറഞ്ഞാൽ 68 വയസ്സുള്ള ആൾക്കാർ ഞങ്ങളുടെ എല്ലാ ഇൻടേക്കിലും പോകുന്ന വിദ്യാർത്ഥികളിൽ 35, 40, 50 വയസ്സുള്ളവരുണ്ട്. എന്തുകൊണ്ട് അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇപ്പോൾ പോകുന്നു, അതും പുറം രാജ്യങ്ങളിലേക്ക്? അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കണം. എന്ന് പറഞ്ഞാൽ അവരൊരു 30 വർഷത്തിന് മുൻപ് എടുത്തിരുന്ന ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അവർ ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ജോലിക്ക്, കാരണം റിട്ടയർഡ് ബാങ്ക് മാനേജേഴ്സ് പോകുന്നുണ്ട് ഇപ്പോൾ, അപ്പോൾ അവർ പഠിച്ചിരുന്ന അന്നത്തെ കാലത്തുള്ള ആ ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു നോളജോ സ്കെയിലോ വെച്ചിട്ട് അവരെ സൂപ്പർസീഡ് ചെയ്തിട്ട് പുതിയ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ വരികയും ഇവരെ ഓവർലുക്ക് ചെയ്തിട്ട് പ്രൊമോഷൻ കിട്ടി അവർ മുകളിലേക്ക് പോവുകയും ചെയ്യുമ്പം എൻ്റെ ക്വാളിഫിക്കേഷൻ ഒരു 30 വർഷത്തിന് മുമ്പുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇനി എൻ്റെ കരിയറിന് ഗ്രോത്ത് സാധ്യമാകില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള ആൾക്കാരും വിദേശ വിദ്യാഭ്യാസത്തിലേക്ക് പോയിരുന്നുണ്ട്. കാരണം അവർക്കൊന്നും തന്നെ നമ്മളുടെ ഈ ഒരു പ്രായത്തിലുള്ള ആൾക്കാർക്ക് അഡ്മിഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. പക്ഷേ US കാനഡയിലോ UK പോയാൽ അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് റൂംസിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 18 വയസ്സുകാരൻ മുതൽ 55 വയസ്സുകാരൻ വരെ ഒരേ ക്ലാസ്സിലിരുന്ന് വിദ്യാഭ്യാസം നേടുന്ന ഒരു കൾച്ചർ അവിടെയുണ്ട്. അത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതും ഈ പറയുന്ന പോലെ വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്ന മാത്രവുമല്ല, ഇങ്ങനെ പോയിട്ടുള്ള ആൾക്കാരിൽ എല്ലാവരുടെ കാര്യം ഞാൻ ഒരുപോലെയാണെന്ന് പറയില്ല, പക്ഷെ ഇങ്ങനെ പോകുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം പേരും കൃത്യമായ ദിശാബോധമുള്ള കുട്ടികളാണ് പോകുന്നത്. വളരെ കുറച്ച് പേര് മാത്രമാണ് എൻ്റെ കൂട്ടുകാരൻ പോയിട്ടുണ്ടെന്ന് ഞാനും പോകാം എന്ന രീതിയിൽ പോകുന്നത്. ബാക്കിയുള്ളവർ എല്ലാവരും കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ അവർ ഏത് തലത്തിൽ അവരെത്താൻ ഉദ്ദേശിക്കുന്നു മിക്കവാറും എല്ലാവർക്കും ആ ഒരു സക്സസ് ലെവലിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു സക്സസ് ഇവർക്ക് കിട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുമായിട്ട് പരിചയമുള്ളവരും അവരുടെ ഒരു സർക്കിളിലുള്ളവർ മറ്റുള്ളവരും ഇതിനെ ഫോളോ ചെയ്യും. അതൊരു ബേർഡ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ തന്നെ അറിയാമല്ലോ, ഏതെങ്കിലും ഒരാളൊരു ഒരു പ്രത്യേക ഒരു ബിസിനസ് ചെയ്ത് വിജയിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരും പുറകെ തുടങ്ങുന്നത് കാണാം. എന്ന് പറയുന്ന പോലെയാണ് വിദേശ വിദ്യാഭ്യാസത്തിനായിട്ട് ഈ പോകുന്നവരുടെ ഒഴുക്ക് വരും വർഷങ്ങളിൽ വളരെയധികം കൂടാൻ പോവുകയാണ്. അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഇവിടെ പറഞ്ഞ ശേഷം ഞാൻ നിർത്തിക്കോളാം.
ഇങ്ങനെ വിദേശ വിദ്യാഭ്യാസത്തിന് ആൾക്കാർ ഒരുപാട് പോകുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ ഇന്ന് ഇവിടെ ഇങ്ങനൊരു സംഭാഷണം നടക്കാൻ തന്നെ ഒരു വേദി ഉണ്ടായത്. ഇല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ ഇതാരും അറിഞ്ഞു പോലും ഉണ്ടാവില്ല. അതുകൊണ്ടുണ്ടായൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോകുന്നത് ഏതു തരത്തിലുള്ള വിദ്യാഭ്യാസ നിലവാരത്തിനാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പല സ്ഥലങ്ങളിലും നടങ്ങി. അതോറിറ്റീസ് അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവിടെയുള്ള വിദ്യാഭ്യാസ നിലവാരം US-ലോ UK-ലോ കാനഡയിലോ ഒക്കെയുള്ള യൂണിവേഴ്സിറ്റികളിൽ അവിടുത്തെ കുട്ടികൾക്ക് കിട്ടുന്ന അതേ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിലെ കലാശാലകളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങി. പക്ഷെ അതിനേക്കാളും എളുപ്പം അവർ തന്നെ നേരിട്ട് ഇവിടെ വന്നിട്ട് അവരുടെ സ്ഥാപനങ്ങൾ ഇവിടെ തുടങ്ങുന്നതായിരിക്കും ഒരു പക്ഷേ നല്ലതെന്നുള്ള കണ്ടിട്ട് അങ്ങനെയുള്ള വിദേശ വിദ്യാഭ്യാസങ്ങൾ നടത്തുന്ന സർവകലാശാലകൾ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തുന്ന ഒരു സിറ്റുവേഷൻ വരെ ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. വിദേശ സർവകലാശാല വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബഹളങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടാണ്. അനക്, ഇപ്പോൾ അദ്ദേഹം തൊഴിലുമായി ബന്ധപ്പെട്ടും ഇത് വിദ്യാഭ്യാസത്തിന് പോകുന്ന കാര്യങ്ങളുമാണ് പറഞ്ഞത്. അനക്കിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റി അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകളുടെ ഒരു അഭാവം നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മാധ്യമങ്ങളൊക്കെ ഒരുപാട് ഇത്തരം കുട്ടികളുമായി സംസാരിക്കേണ്ടത്. ഇപ്പോൾ അവരിൽ പലരും പറഞ്ഞത് നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ജോലി സാധ്യത ഉണ്ടോ എന്ന സംശയം എന്നാണ്. അപ്പോൾ പുറമേക്ക് പോയാൽ കുറച്ചുകൂടി അവർക്ക് ഒരു എന്താ പറയുക കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇന്ന മേഖല തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള സാഹചര്യവും ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ തന്നെയാണോ കുട്ടികളെ അങ്ങോട്ടേക്ക് നയിക്കുന്നത്? ഒപ്പം ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടി ഉണ്ടല്ലോ, ഏതാണ് എനിക്ക് കാണുന്നത്? ഇവിടെ എനിക്ക് ആദ്യം തന്നെ എക്സ്പ്ലോറിങ് പ്ലൂരാലിറ്റി എന്നാണല്ലോ നമ്മുടെ ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ഇപ്രാവശ്യത്തെ അജണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ മണിപ്പൂർ ജനതയ്ക്കും പലസ്തീൻ ജനതയ്ക്കും ഒപ്പം തന്നെ ചരിത്രത്തിനൊപ്പം നിൽക്കണം എന്നുള്ളതുകൊണ്ട് ബാബറിക്കും ഒപ്പമായിരിക്കണം ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും ഉത്തരവാദിത്വം എന്ന് മാത്രം ആദ്യം തന്നെ പറഞ്ഞു വെക്കുകയാണ്. ആദ്യം ഇവിടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുമ്പം 2022 കേരളത്തിൽ ശ്യാംരാഗ് കമ്മീഷൻ എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കമ്മീഷൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആദ്യത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഡിഗ്നിഫൈഡ് സ്റ്റുഡൻറ്റ് ലൈഫ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും അറിയാം എത്രത്തോളം ഡിഗ്നിഫൈഡ് ലൈഫ് ഇന്നത്തെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് വളരെ വാസ്തവമാണ്. ഈ ടൈറ്റിൽ തന്നെ വളരെ ട്രിക്കി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മലയാളി യുവത്വം എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഡേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 2023 29 ഓഗസ്റ്റിന് ഇന്ത്യൻ സ്റ്റുഡൻറ്റ് മൊബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് 12.5%, ഗുജറാത്ത്, ഡൽഹി, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് 8%, മൂന്നാമതാണ് കർണാടക, കേരള എന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോകുന്നതും കേരളത്തിൽ നിന്ന് പോകുന്നതും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരള ഹൈക്കോടതി തന്നെ കഴിഞ്ഞ വർഷം പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലായ്മയും അതേപോലെ തന്നെ എസ്തെറ്റിക് വാല്യൂം കണ്ടിട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് സെൻറ്റർ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു NGO, അതൊരു ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. അവർ കഴിഞ്ഞ വർഷം മാർച്ചിൽ പുറത്തു കൊണ്ടുവന്ന ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത് നെയ്ബർഹുഡ് എഫക്റ്റ്, അത് സോഷ്യൽ സയൻസ് പഠിക്കുന്നവർക്കറിയാം നെയ്ബർഹുഡ് എഫക്റ്റ് എന്താണെന്നുള്ളത്. അതായത് പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു വരുന്നതാണ് പോവർട്ടീൻ്റെ കാരണം അതാണെന്നൊക്കെ വെറുതെ നമ്മൾ പറയാറുണ്ട്. അപ്പുറത്തെ വീട്ടിൽ ഒരു TV ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ 2 TV വേണം, അപ്പുറത്തെ വീട്ടിൽ ഫിയറ്റ് ആണെങ്കിൽ ഇവിടെ ബെൻസ് വേണം എന്നുള്ള ചിന്താഗതി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് തന്നെ ഇതിൽ എഫക്റ്റ് ചെയ്തേക്കാം എന്നുള്ളത് ഈ പെർട്ടിക്കുലർ NGO പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ തന്നെ പറഞ്ഞിരിക്കുന്നത് സാറ് പറഞ്ഞതുപോലെ തന്നെ 2014 കേവലം 40 ലക്ഷം ഉണ്ടായിരുന്നത് 2025 ആകുമ്പോഴേക്കും അത് 75 ലക്ഷമായി സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു സോഷ്യൽ സയൻസ് ഗവേഷകൻ എന്നുള്ള നിലയ്ക്കും അതിലുപരി പൊളിറ്റിക്കൽ സയൻസ് ഗവേഷകൻ എന്ന നിലയ്ക്കും കുറച്ച് സോഷ്യൽ NGOസിനൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ കുറേ സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ആണ്. എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് പോകുന്നതിൽ കുറേ സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ആണ്. അതൊന്നാമത്തെ കാര്യം എന്നുള്ളത് സേഫ്റ്റി എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ പ്ലൂരാലിറ്റി എന്നുള്ളതിൽ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ വളർന്നു വരുന്ന ഇസ്ലാമോഫോബിയ, ദളിത് ഫോബിയ, അതേപോലെ തന്നെ ബ്രാഹ്മണിക്കൽ ചിന്താഗതികൾ, കാസ്റ്റിസം, ഇതിനൊക്കെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യും. എസ്പെഷ്യലി കേരളം എന്നുള്ളത് കഴിഞ്ഞ സെഷനിൽ മീനാട്ടി പിള്ളൈ പറഞ്ഞതുപോലെ തന്നെ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു യങ് ജനറേഷനാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ വളരെ തന്നെ വോക്കലാണ് കേരളത്തിലെ യങ് ജനറേഷൻ. ഒരു പരിധി കൂടുതൽ ഈ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. അതിലുപരി ഈ കമ്പാരേറ്റീവ്ലി റൈറ്റ് വിങ് വളരാത്ത ഒരു രാജ്യത്തേക്ക്, അതുകൊണ്ടാണ് ഓസ്ട്രേലിയ, കാനഡ പോലുള്ള രാജ്യത്ത് ഇപ്പോൾ അതൊക്കെ മാറിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവിടുത്തെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് മാറിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ മാറിക്കൊണ്ട് ഈ വേൾഡ് വൈഡ് ഈ റൈറ്റ് വിങ്ങിൻ്റെ ഗ്രോത്ത് ഉണ്ട്. പക്ഷെ കമ്പാരേറ്റീവ്ലി ബെറ്റർ എവിടെയാണ്
എന്നുള്ളത് നോക്കിക്കൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പോകുന്നത്. പിന്നെ സ്പേസ് എന്നുള്ളത്, ഇടം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നതായിരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സ്പേസ് എന്നുള്ളത് വളരെ ഡിക്രീസിങ് ആയിട്ടാണ് തോന്നുന്നത്. അത് നേരത്തെ സാർ പറഞ്ഞതുപോലെ തന്നെ എനിക്കറിയില്ല NEP, എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ള അതിൻ്റെ പോസിറ്റിവിറ്റി എന്താണ് NEP യിലുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ NEP യിലുള്ള ഇംപ്ലിമെൻറ്റേഷൻസ്, അത് ശ്യാംരാജ് കമ്മീഷനിലും ഒക്കെ തന്നെ വരുന്ന ഒരു വലിയ പ്രശ്നങ്ങളുണ്ട്. ഈ ഉദാഹരണത്തിന് 4 ഇയർ ഡിഗ്രി മുതൽ അതൊക്കെ തന്നെ വളരെ ഈ പറയുന്ന സങ്കുചിതാവസ്ഥ ഇൻക്രീസ് ചെയ്യാവുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അല്ലെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ അവിടെ വളരെ ട്രിക്കിയാണ്. ഈ എക്സിറ്റ് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ വിഭാഗം മനുഷ്യർ നിരന്തരം എക്സിറ്റ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇതുവരെ ഡ്രോപ്പ് ഔട്ട് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളത് കേരളമോ കേന്ദ്രമോ യൂണിയൻ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അനലൈസ് ചെയ്തിട്ടില്ല. 2 വർഷം മുന്നേ വന്ന റിപ്പോർട്ട് ഇന്നേ വരെ പുറത്തുനിന്ന് വിട്ടിട്ടില്ല. ഉദാഹരണത്തിന് ഗീതാനന്ദൻ എന്ന് പറയുന്ന ട്രൈബൽ ആക്ടിവിസ്റ്റ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പറഞ്ഞു കേരളത്തിൽ നിന്ന് SC/ST വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ ഗ്രാൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഡ്രോപ്പ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എക്സിറ്റ് ഓപ്ഷൻ വളരെ നല്ലതാണെന്നുള്ളത്. അത് മേ ബി ഗുഡ് ഫോർ ദ പീപ്പിൾ ഹു ആർ ബിലോങ്ങിങ് ടു അപ്പർ ക്ലാസ്, അപ്പർ കാസ്റ്റ്, പേട്രിയാർക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന മനുഷ്യർക്ക് വളരെ നല്ലതായിരിക്കാം എക്സിറ്റ് ഓപ്ഷൻ എന്നുള്ളത്. പക്ഷേ ഈ പറയുന്ന നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള, സ്ത്രീ വിഭാഗത്തിൽ നിന്നുള്ള, ക്വയർ വിഭാഗത്തിൽ നിന്നുള്ള, ഡിസേബിൾഡ് വിഭാഗത്തിൽ നിന്നുള്ള, മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള മനുഷ്യർ നിരന്തരം എക്സിറ്റ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം അവിടെ ഉദാഹരണത്തിന് മൗലാന അബ്ദുൽ കലാം ആസാദ് ഫെലോഷിപ്പ് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. ഗ്രാൻസ് കിട്ടിയിട്ട് മാസങ്ങളും വർഷങ്ങളും ആവുന്നുണ്ട്. നിരവധി ഫെലോഷിപ്പുകൾ ഇല്ലാണ്ടാവുന്നുണ്ട്. ഞാനൊരു PhD ഗവേഷകനാണ്. ഇവിടെ ഇരിക്കുന്ന നിരവധി PhD ഗവേഷകരോട് ചോദിച്ചാൽ അറിയാം എത്ര ദാരിദ്ര്യത്തിലാണ് ഈ പറയുന്ന ഡിഗ്നിഫൈഡ് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏൺ വൈൽ യു ലേൺ എന്ന് പറയുന്ന സംഭവം ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇടം എന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ പൊതുവെ യുവാക്കളുടെ ഇടയിലോ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സമാധാനത്തോടെ ജീവിക്കുക, കംഫർട്ടായിട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എത്ര പേർക്ക് ഇവിടെ കംഫർട്ടായിട്ട് ഇന്നത്തെ അവസ്ഥയിൽ, ഇന്നത്തെ പൊളിറ്റിക്കൽ അസ്ഥിരതയുള്ള ഈ ഒരു സമയത്ത് ജീവിക്കാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കംഫർട്ട് എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കും ഈ സ്ട്രെസ് എടുത്തുകൊണ്ടോ ആൻസൈറ്റിയുടെ കൂടെയോ അല്ലെങ്കിൽ എന്താ പറയുക ഈ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസോട് കൂടിയോ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും വലിയൊരു കാര്യമാണ്. ഫ്രീഡം എന്നുള്ളത് ഇവിടെ സാറ് പറഞ്ഞ സ്ത്രീകളുടെ ഫ്രീഡം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രാത്രി നടത്തം എന്നുള്ളത് അത് സപ്പോർട്ടഡ് ബൈ, ഉദാഹരണം പറയുകയാണ്, പുരുഷന്മാർ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫ്രീഡം എന്നുള്ളത് വളരെ ട്രിക്കിയാണ്. അപ്പോൾ ഫ്രീഡം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ എന്താ ഇത്രയും വലിയ സമത്വ സുന്ദരമാണോ പുറത്തെ ലോകം എന്നുള്ളതും ഈ ഉദാഹരണത്തിന് റേപ്പിൻ്റെ ഒക്കെ അളവ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്ന സോഷ്യൽ ഓഡിറ്റിംഗ് അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സിറ്റിങ്ങിന് കേട്ടോ, കേരളത്തിൽ നിന്നുള്ള മൈഗ്രേഷന് വളരെ ഒരു കാരണമായിട്ടുള്ളൊരു കാര്യമാണ് ഈ സോഷ്യൽ ഓഡിറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ സോഷ്യൽ ഓഡിറ്റിംഗ് ഉദാഹരണത്തിന് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ഓഡിറ്റിംഗ് ഇപ്പോഴാണ് നമ്മൾ കേട്ട് തുടങ്ങിയത്. ടേബിൾ പൊളിറ്റിക്സ്, പ്ലേറ്റ് പൊളിറ്റിക്സ്, അതൊക്കെ ഇപ്പോൾ കേട്ട് തുടങ്ങിയത്. എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ അളവ്, നമ്മൾ ഉദാഹരണത്തിന് മുടി വളർത്തിയാൽ നമ്മുടെ നിറം, അതൊക്കെ നമ്മൾ മാറി എന്ന് വിചാരിച്ചിരുന്ന ഇടത്തേക്ക് തിരിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ ഓഡിറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ആർക്കാണ് ഈ സോഷ്യൽ ഓഡിറ്റിംഗ് ഇട്ടുകൊണ്ട് ഇഷ്ടമില്ലാത്തത് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിൽ ജീവിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഈ സോഷ്യൽ ഓഡിറ്റിംഗ് ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ റേസിൻ്റെ പേരിൽ ഒക്കെ തന്നെയാണ് പുറത്തുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ബ്ലാക്ക് ലൈവ്സ് മാറ്റേഴ്സ് എന്നുള്ള കോട്ടൊക്കെ വീണ്ടും തിരിച്ചു വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ വളരെ വളരെ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ കേരള ഗവൺമെൻറ് തന്നെ 2023 മുതൽ നിരവധി പോളിസീസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഫിനാൻസ് വകുപ്പ് മന്ത്രി ആയിക്കൊള്ളട്ടെ, നമുക്ക് എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ ഇല്ലാണ്ടാക്കാം, അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ ദിവീഷ് പറഞ്ഞ നമ്മുടെ പോളിസി, എന്താണ് നമുക്ക് ഫോറിൻ യൂണിവേഴ്സിറ്റീസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതൊരു കാലത്ത് ഇതേ സർക്കാർ പാടില്ല എന്ന് പറഞ്ഞ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ വൈസ് ചെയർപേഴ്സനെ തടഞ്ഞ സർക്കാരാണ് ഇന്നത് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടില്ല, കൊണ്ടുവരണമോ എന്ന് ഈ വർഷത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതേസമയം യൂണിയൻ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോളിസീസ് ഒന്നും തന്നെ ഇത് കൊണ്ടുവന്നിട്ടില്ല. MHRD വകുപ്പ് ഇത് നോക്കുകുത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് യൂണിയൻ ഗവൺമെൻറ്റിലൂടെ ട്രിക്കിൾ ഡൗണിലൂടെ ഡീസെൻട്രലൈസ് ചെയ്തുകൊണ്ട് മാത്രം വരുന്നൊരു കാര്യമാണ്. കാരണം ഈ സ്റ്റേറ്റ് ലിസ്റ്റൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കണം, എല്ലാം യൂണിയൻ ലിസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എഡ്യൂക്കേഷൻ ഉൾപ്പെടെ നമ്മൾ ഈ കാണുന്ന സവർക്കറിസം അല്ലെങ്കിൽ ചാൻസലറിസം അത് വളരെ കൃത്യമായിട്ട് യൂണിയൻ ലിസ്റ്റിലേക്കാണോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ബില്ലിൻ്റെ ലിസ്റ്റിൻ്റെ പോക്ക് എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് വരുമ്പോൾ ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതേസമയം 2014 ഇതേ
യൂണിയൻ ഗവൺമെൻറ് ഭരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നത്, നമ്മൾ പ്രത്യേകമായിട്ടുള്ള മാനിഫെസ്റ്റോ, അവരുടെ മാനിഫെസ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ ലീഡ്സ് ടു ദ ബെസ്റ്റ് ഡിവിഡൻറ്റ് എന്നാണ് അന്നത്തെ മാനിഫെസ്റ്റോയിൽ എഴുതിയിട്ടുള്ളത്. പക്ഷെ അതേസമയം 2004 മുതൽ 2014 വരെ നോക്കുകയാണെങ്കിൽ 0.61% ഓഫ് ദി എൻറ്റയർ ബഡ്ജറ്റ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട്. 2014 മുതൽ 2024 വരെ നോക്കുകയാണെങ്കിൽ 0.41% ഉള്ളൂ. ദർ ഇസ് എ ഹ്യൂജ് ഡിക്രീസ് വേറെ ഇത്തരത്തിലുള്ള പോളിസി ഇംപ്ലിക്കേഷൻ വേണ്ട സമയത്ത് ഹ്യൂജ് ഡിക്രീസ് ആണ്. 0.20-നെക്കാട്ടിലും മേളിൽ ഡിക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് വലിയൊരു ഭീതിയാണ്. അപ്പം അവിടേക്ക് നോക്കുമ്പോഴാണ് ഇപ്പം NEP-ൻ്റെ ഇദ്ദേഹം പറഞ്ഞത് വളരെ നല്ലൊരു കാര്യം. 1992 ശേഷം ഇപ്പോഴാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രൈവറ്റൈസേഷൻ വിച്ച് ഇസ് തിങ്ക് ദാറ്റ് എവറി യങ് ജനറേഷൻ ഷുഡ് തിങ്ക് ഓഫ്. എവിടേക്കാണ് പോകുന്നത്? കാരണം അൺഎംപ്ലോയ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, ഓപ്പർച്യൂണിറ്റീസ് ഇല്ലായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ആരാണ് പോകുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഇറ്റ് ഈസ് എ മിഡിൽ ക്ലാസ് ഹു ഈസ് ഗോയിങ്. മിഡിൽ ക്ലാസ്, അതായത് ബഹുഭൂരിപക്ഷം കേരളത്തിൽ മിഡിൽ ക്ലാസ് ആണുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മിഡിൽ ക്ലാസ്സിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ന്യൂനപക്ഷമായിട്ടുള്ള റിച്ചും വളരെ ന്യൂനപക്ഷമായിട്ടുള്ള പൂവറോ പോകുന്നില്ല. പൂവർ എന്നും ഇവിടെ ഈ കഷ്ടതകളും ഒക്കെ അനുഭവിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞ ഫ്രീഡം ഇല്ലായ്മയും സോഷ്യൽ ഓഡിറ്റും ഒക്കെ തന്നെ അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം ഈ പൂവർ എന്നും ഇവിടെ നിൽക്കുന്നുണ്ട്. റിച്ച് ഇസ് ബിക്കമിങ് റിച്ചർ. ആൻഡ് ഒരു പഴയ എക്കണോമിക്സ് തിയറി ഉണ്ട്, റിച്ച് ഇസ് ബിക്കമിങ് റിച്ചർ ആൻഡ് പൂർ ഇസ് ബിക്കമിങ് പൂവറർ എന്നുള്ളത്. ഇവിടെ വില്ലനായിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന ഈ മിഡിൽ ക്ലാസ് ആണ് ഓപ്പർച്യൂണിറ്റീസ് തേടി പോകുന്നത്. അപ്പോൾ ഈ മിഡിൽ ക്ലാസ്സിന് വേണ്ടി മാത്രമാണോ രണ്ട് സിസ്റ്റമും നിൽക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. രണ്ട് കാര്യങ്ങൾ പറയാൻ പെട്ടെന്ന് നിർത്തിക്കോളാം. ഇനിയിപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഇവിടെ വന്നു എന്ന് വെക്കുക. ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറയുന്ന MSME പോലുള്ള സംഭവങ്ങൾ തുടങ്ങണം. അതിന് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ഗവേഷകനാണ്, ഞാൻ നാളെ ഇവിടെ ഒരു കൺസൾട്ടൻസി തുടങ്ങണമെന്ന് വെക്കുക, അല്ലെങ്കിൽ റിസർച്ച് ഫൗണ്ടേഷൻ തുടങ്ങണമെന്ന് വെക്കുക. എവിടെ നിന്നാണ് ഫണ്ട് കിട്ടുക? FCRI എന്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും അറിയാം. FCRI എവിടേക്കാണ് പോകുന്നത്, ആർക്കാണ് കിട്ടാൻ പോകുന്നത്, ആരാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. കാരണം ഇവിടെ എന്ത് റിസർച്ച് ചെയ്യണം, എന്ത് പഠിക്കണം, എന്താണ് പഠിക്കേണ്ടാത്തത് എന്നുള്ളത് പോലെ തീരുമാനിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ഗവേഷണ വിഷയമായിട്ട് സാറ് പറഞ്ഞ സർവകലാശാലയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് പഠിച്ച റിസ്ക് അല്ലേ എന്ന് ചോദിക്കുന്ന ഗൈഡർമാരുണ്ടാവുന്ന ഈ കാലത്ത്, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു എന്ന് പറയും. കാരണം രോഹിത് വേമുല ജീവിച്ച നാടാണ്. IIT-യിൽ നിന്ന് നിരന്തരം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എഴുതി വയ്ക്കുന്ന ഒരേ വാക്കാണ് മൈ ബർത്ത് ഇസ് മൈ മിസ്റ്റേക്ക് എന്നാണ് എല്ലാവരും ഒരേ വിഷയത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നും പോരാതെ ക്വീർ മനുഷ്യർ, ഒരു ഡേ ടൈം അല്ലാത്ത ക്വീർ മനുഷ്യർ നിരന്തരം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആരാണ് ഇവിടെ നിൽക്കേണ്ടത്, ആരാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്ന ഈ കാലത്ത് ഇറ്റ് ഈസ് റിയലി ഡിഫിക്കൾട്ട് എന്നുള്ളതാണ്. അവസാനം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ബാക്കി പിന്നെ പറയാം, പ്രൊട്ടസ്റ്റുകളാണ്. അത് വളരെ ഭയങ്കര പ്രശ്നമാണ്. കഴിഞ്ഞ 2019 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ നടന്നിരിക്കുന്ന പ്രൊട്ടസ്റ്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. CAA NRC ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെയാണ് തല്ലിച്ചതച്ചിരിക്കുന്നത്. ഓക്കെ, റിസർവേഷൻ ഇല്ലാത്തത് കൊണ്ട് പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്, വളരെ റീസെൻ്റ് ആയിട്ട് നടന്നത്. കോമൺ മറ്റ് ഫെലോഷിപ്പുകൾ ഇല്ലാത്തതുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. പിന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ് ഫെലോഷിപ്പ് ഇല്ലാണ്ടാക്കിയതുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. ഗ്രാൻസ് ഇല്ലാണ്ടായിക്കൊണ്ട് പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. ഞാൻ നേതൃത്വം കൊടുത്തൊരു പ്രൊട്ടസ്റ്റാണ്. ഞാൻ മുന്നേ പഠിച്ച സ്ഥാപനത്തിൽ റിസർച്ച് ഷെൽഫ് എന്ന് പറയും, പ്രൊഫസർ മീനാട്ടി പിള്ളൈ രാജിവെച്ചത് അതുകൊണ്ടാണ്. റിസർച്ച് ഷെൽഫ് കൊണ്ടുവന്നു കേന്ദ്ര സർക്കാർ. എന്ത് ഗവേഷണം ചെയ്യണമെന്നുള്ളത് കുറേ ടോപ്പിക്ക് പറയും, അതിൽ നിന്ന് എടുക്കുക എന്നുള്ളത്. അതിന് പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. നിരന്തരം ഇന്നും ന്യൂ എഡ്യൂക്കേഷൻ പോളിസിൻ്റെ പേര് പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. പഠിക്കുക, ഇറ്റ് ഈസ് വെരി ഈസി ടു സേ അജിറ്റേറ്റ് ആൻഡ് എഡ്യൂക്കേറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമരം ചെയ്തുകൊണ്ട് പഠിക്കൂ എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. എത്രത്തോളം പഠിക്കാൻ പറ്റും ഇന്നത്തെ കാലഘട്ടത്തിൽ, എത്രത്തോളം ഓഡിറ്റ് ചെയ്യാൻ പറ്റും? കാരണം നജീബ് എവിടെ, എത്ര വിദ്യാർത്ഥികളാണ് കാണാതായിട്ടുള്ളത്, എത്ര വിദ്യാർത്ഥികളാണ് ബേസിക് അവകാശമായിട്ടുള്ള സമരം ചെയ്തതിന് ഇന്നും ജയിലിൽ കിടക്കുന്നത് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. താങ്ക് യു. ശരി, ഇതിൽ എനിക്ക് ഇതിൻ്റെ എല്ലാ, എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ സോഷ്യൽ ആസ്പെക്റ്റും കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അനിൽ സാറാണെങ്കിലും ശ്രീ എസ് രാജ് സാറാണെങ്കിലും ഏതൊക്കെ സാധ്യതകൾ അതെങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം മലയാളി യൂത്വത്തിന്, അവൻ്റെ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ നമ്മുടെ നാട്ടിൽ സാധ്യമല്ലെങ്കിൽ അവന് ഏതൊക്കെ വഴികളുണ്ട് എന്നുകൂടി ആണ്. അപ്പോൾ ഇനി 3 പേരോടുമുള്ള നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുടെ സമയമാണ്. ഒരുപക്ഷെ സാധ്യതകളെക്കുറിച്ചാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ആശങ്കകളെക്കുറിച്ചാകാം. നിങ്ങൾക്ക് മാന്യ സദസ്സിന് നമസ്കാരം. ഞാൻ 2-3 വർഷം മുമ്പ് കവി ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു ചങ്ങമ്പുഴയുടെ കവിതയിലെ പ്രണയസങ്കല്പം എന്നൊരു വിഷയത്തെക്കുറിച്ച് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി.
ഇവിടുന്ന് പോകുന്ന കുട്ടികൾ ആരും തിരിച്ചു വരാൻ പോകുന്നില്ല. ഇവിടെ പറഞ്ഞ് ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഈ സെഷനിലേക്ക് വരുന്നത്. അതൊരു വലിയൊരു വാക്കാണ്. പോകുന്നവർ തിരിച്ചു വരുന്നില്ല. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള പോകുന്ന രാജ്യങ്ങൾ ചില ലിമിറ്റഡ് രാജ്യങ്ങളിലേക്കാണ് ഈ പോകുന്നത്. അപ്പോൾ പുതിയ കുട്ടികൾ പഠിച്ചു വരുന്ന സോഷ്യൽ സിസ്റ്റത്തിലുള്ള ഏത് ഇനം സ്കൂളുകളിൽ പഠിച്ചിരിക്കുന്ന കുട്ടികളാണ് പോകുന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഒരു രാഷ്ട്രീയമാണ്, അത് സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഏതൊക്കെയോ കുട്ടികൾ ഒരു കാലത്തും പോകാൻ പോകുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഈ തിരിച്ചു വരാതിരിക്കുന്നൊരവസ്ഥ, അപ്പോൾ പിന്നെ ഇവിടെ ഉണ്ടാവുന്ന നല്ല വലിയ കോളേജുകളിൽ സ്ഥാപനങ്ങളിൽ പഠിച്ചു വരുന്ന ഈ മസ്തിഷ്ക ചോർച്ച തീർച്ചയായിട്ടും നമ്മൾ തടഞ്ഞു നിർത്തേണ്ടതുണ്ട്. പിന്നെ എനിക്കൊരു സന്തോഷമുള്ളത്, അനിലും ഞാനൊക്കെ ഒരേ ജനറേഷനാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊക്കെ ഒരു സ്ത്രീ പുരുഷ പെൺകുട്ടികളൊക്കെ ഒരു പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ പോലും ഒരു പെൺകുട്ടിയായിട്ടുകളായിട്ടൊന്ന് സ്വതന്ത്രമായി സംസാരിക്കാനോ കഴിയാത്ത രീതിയിൽ വലിയ വിലങ്ങതയുടെ ഒരു അദൃശ്യമായ ഭയങ്ങളും സ്കൂൾ തലം മുതൽ, ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. അപ്പോൾ അതിൽ നിന്നും മാറിയിട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഭക്ഷണശാലകളിൽ, തിയേറ്ററുകളിൽ, പാർക്കുകളിൽ ഒക്കെ വളരെ സ്വൈര്യത്തോടു കൂടി വളരെ ഒരു വിവേചനമില്ലാതെ ഇടപെട്ട് പോകുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് വളരെ ആനന്ദമുണ്ട്. അത് പറയാൻ കാരണം ഒരു 90കളിൽ ഒരു കമൻറ്റ് വന്നതാണ്. ബഹിരാകാശത്ത് നിന്ന് ഒരു നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ജനറേഷനുള്ള കാലത്ത് നമ്മുടെ കേരളത്തിലോ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ പറയാൻ കാരണം ആണുങ്ങൾ ഒരു വിഭാഗം നടന്നു പോകുന്നു, പെൺകുട്ടികൾ വേറെ. അതായത് കുറേ ലെസ്ബിയനുകളുടെയും കുറേ ഹോമോ ആയിട്ടുള്ള പുരുഷനും സ്ത്രീയും മാത്രം അങ്ങനെ ഓരോ ഗ്രൂപ്പുകളായി കടന്നു പോകുന്നു, ഒരു സമ്പർക്കമില്ലാതെ കടന്നു പോകുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ ഉള്ള പുതിയ കുട്ടികളുടെ സ്വാതന്ത്ര്യബോധമൊക്കെ അതിനകത്ത് വളരെയധികം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന രാജ്യമല്ല എന്നുള്ളൊരു ചിന്തയിലാണോ ഇവർ കടന്നു പോകുന്നതെന്നുള്ള ബേസിക്കായ ഒരു ചോദ്യം എനിക്കുണ്ട്. അത്രയേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. ഇതിനകത്ത് ഈ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവർ 2 തരത്തിലുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ പഠിച്ച് വിദ്യാഭ്യാസം നേടി തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ഒരു 50%, 50 40%. ബാക്കി 60% പോകുന്നത് അവിടെ ഒരു കോഴ്സിന് ചേരുക, എന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു PR സംഘടിപ്പിക്കുക, അവിടെ സെറ്റിൽ ചെയ്യുക എന്നുള്ള, പിന്നെ ഞങ്ങളുടെ സിറ്റിസൺഷിപ്പ് സംഘടിപ്പിക്കുക എന്ന് വിചാരിച്ചു പോകുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നു, അവന് MBA ചെയ്യണം കാനഡയിലെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, നിനക്കെന്തിനാ ഇപ്പോൾ MBA ചെയ്യാനായിട്ട് കാനഡയിൽ പോകേണ്ട കാര്യം എന്താ, ഇവിടെ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞല്ല, എനിക്ക് MBA ചെയ്യണം, എന്നിട്ട് എനിക്ക് അവിടെ പോയി പാർട്ട് ടൈം ജോലി ചെയ്യണം, ഒരു കാർ മേടിക്കണം, അതാണ് അവൻ്റെ എംബിഷൻ. ഒരു കാർ മേടിക്കുക എന്നുള്ളൊരു എംബിഷൻ, അതിന് കാനഡ വരെ പോകണം. അപ്പോൾ ചോദിച്ചു, നീ എന്ത് പഠിച്ചതാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ അവന് ഈ ടൂറിസത്തിൻ്റെ ബാർമാൻ കോഴ്സ് കഴിഞ്ഞതാണ്. ഈ അല്ലേ എന്താ പറയുന്നത്, അത് കഴിഞ്ഞതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റാർ ഹോട്ടലിൽ ജോലി കിട്ടിയാൽ ഏറ്റവും മിനിമം 50,000 രൂപ വരും സാലറി ഇന്ത്യയിൽ. അപ്പോൾ ആ കോഴ്സ് കഴിഞ്ഞ ഒരു കുട്ടി ഇവിടെ ജോലി നോക്കാതെ അവന് കാനഡയിൽ പോയി അവിടെ പാർട്ട് ടൈം ജോലി എടുത്ത് PR നേടി കാർ മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവനെ ഞാനൊന്ന് കൗൺസിൽ ചെയ്ത് ലെവലാക്കി. അവനിപ്പോൾ കൊച്ചിയിലൊരു ഹോട്ടലിൽ ജോയിൻ ചെയ്തു. അവൻ കഴിഞ്ഞ മാസം ഒരു കാറും മേടിച്ചു. അപ്പോൾ തെറ്റായ കുറേ ധാരണകളുണ്ട് കുട്ടികൾക്ക്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് പണം സമ്പാദിക്കാം, അല്ലെങ്കിൽ പോകാം. ഇവിടെ ആരും നിർബന്ധിക്കുന്നില്ല, ആരും വിദേശത്ത് പോയി പഠിക്കണം നിർബന്ധിക്കുന്നില്ല. പക്ഷേ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന കുട്ടിയുണ്ടെങ്കിൽ, എനിക്ക് വിദേശത്ത് പോയി പഠിക്കണം, അതിനുള്ള സാഹചര്യം ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ, ആ കുട്ടിക്കുള്ള സഹായങ്ങളാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അല്ല ഇവിടുന്ന് ആരെയും നിർബന്ധിച്ച് വിദേശത്ത് പോയി പഠിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. ഇന്ത്യയിലോ കേരളത്തിലോ പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് പഠിക്കാം, അത് ഉപയോഗിച്ച് മറ്റേ ജോലികൾ നേടാം. ആർക്കും യാതൊരു തടസ്സവുമില്ല. പക്ഷെ ഒരാൾ, ഈ ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്ന് പറയുന്നത്, ഒരു വിദ്യാർത്ഥിയാകട്ടെ, ഒരു അഭ്യസ്ത വിദ്യനാകട്ടെ, അയാൾ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം, അയാൾ ആഗ്രഹിക്കുന്ന തൊഴിൽ, അത് കേരളത്തിൽ വേണോ
ഇന്ത്യയിൽ വേണോ വിദേശത്ത് വേണോ? അതിനുള്ള സംവിധാനം. ഇപ്പോൾ ഒഡേപെക്ക് പുതിയൊരു സിസ്റ്റം കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒഡേപെക്കിൽ രജിസ്റ്റർ ചെയ്യാം. ആ കുട്ടിക്ക് ഞങ്ങളൊരു 60 ചോദ്യങ്ങൾ കൊടുക്കും. ആ 60 ചോദ്യങ്ങൾക്ക് ഉത്തരം ആ കുട്ടി തന്നു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറിൽ വെച്ച് അനലൈസ് ചെയ്ത് ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ട് നോക്കിച്ച് ഈ കുട്ടി എന്താകണം എന്ന് ആ കുട്ടിക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കുക. ആ കുട്ടിയുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് ആ കുട്ടിയെ ഗൈഡ് ചെയ്യും. ഒരു മെൻറ്ററെ കൊടുക്കുക ആ കുട്ടിക്ക്. പിന്നീട് 8ാം ക്ലാസ് മുതലുള്ള വിദ്യാഭ്യാസം ഒരു ഗൈഡൻസിൻ്റെ മുകളിലായിരിക്കും. ആ കുട്ടിക്ക് കേരളത്തിലാണോ പഠിക്കേണ്ടത്, ഇന്ത്യയിലാണോ പഠിക്കേണ്ടത്, വിദേശത്താണോ പഠിക്കേണ്ടത്, അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഗവൺമെൻറ് ഒരുക്കി കൊടുക്കും. അത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ജോലി അതും ഉറപ്പുവരുത്തുക. അപ്പം അങ്ങനെ ഒരു സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഏറ്റവും അടുത്ത് തന്നെ അത് തുടങ്ങാനുള്ള എന്താ പറയുക പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചു. ഓക്കെ, അടുത്തത് അല്ല സർ വരാം. ഒരു റെസ്പോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആ, ആണ് ശരി. തോന്നുന്നുണ്ട്. ഇപ്പം ഇദ്ദേഹം പറഞ്ഞ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സ്കൂളിൽ നിന്ന് വരുന്നു, അത് ആ വ്യക്തിയുടെ സോഷ്യൽ ക്യാപിറ്റൽ അല്ലേ എന്നുള്ളത്. ഇപ്പം പലപ്പോഴും ഇപ്പം എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് മാത്രം പറയുകയാണ്, നമ്മുടെ കോമ്പീറ്റൻ്റ് ആണോ ഒരു വിദ്യാർത്ഥി, ഒരു സ്കൂൾ വിദ്യാർത്ഥി മറ്റ് പല ഇടങ്ങളിൽ നിന്നും വരുന്നവർക്ക് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വളരെ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു റിപ്പോർട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ റിപ്പോർട്ടാണ്. 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളിൽ 75% മാത്രം വിദ്യാർത്ഥികളാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ തേർഡ് ഗ്രേഡ് ചൈൽഡിലേക്ക് എത്തിയിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ അത് ഡിക്രീസിങ് ആണ്. അത് കരിക്കുലം മാറ്റത്തിലും ഒക്കെ തന്നെ അതിന് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും, അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഏത് സ്കൂളിലാണോ വ്യക്തി പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ വ്യക്തി പഠിക്കുന്ന സോഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ സോഷ്യൽ സിസ്റ്റം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ്. അത് ആഡ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ആഡ് ചെയ്തു. ഓക്കെ, കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ടാണ് മാം. എൻ്റെ ചോദ്യം മിസ്റ്റർ അനിൽകുമാറിനോടാണ്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ യുക്രൈനിൽ എത്ര കുട്ടികളുണ്ട് എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് സ്റ്റഡി എബ്രോഡ് ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയെന്ന്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്താണ് ഇപ്പോൾ ഈ മലയാളി യുവത്വം വിദേശത്തേക്ക് ഒഴുകുമ്പോൾ, ഇത്രയധികം ഒഴുകുമ്പോൾ അവരുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടോ? ഇപ്പം 5000 ഓർഗനൈസേഷൻസ് ഉണ്ട് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന. അതിലെത്രയോ 3000 4000 എറണാകുളത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓർഗനൈസേഷനൊക്കെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ടോ ഈ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഗവൺമെൻറ്റിന് തരിക, അല്ലെന്നുണ്ടെങ്കിൽ അവരെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എന്തെങ്കിലും? പിന്നെ ഇപ്പം ന്യൂസിലുണ്ടായിരുന്നു US കഴിഞ്ഞ എനിക്കൊന്ന് 1 മാസത്തിനകം എത്രയോ 5 കുട്ടികളെ മർഡർ ചെയ്തു. അപ്പോൾ ആ റേസിസം ഓൾ ഓവർ ദ വേൾഡ് ഭയങ്കരമായിട്ടും പ്രിവൈലൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ഒരു വ്യൂ പോയിൻ്റ്, അതായത് ഇങ്ങനെ കൺസിഡറേഷൻ എവിടെയെങ്കിലും ഉണ്ടോ? കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ടോ എവിടെയെങ്കിലും അവർക്ക് ഉടനെ ഒരു ഗോ ടു പ്ലേസ് ആയിട്ട്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോൾ റിക്രൂട്ട്മെൻ്റ് ആണെങ്കിൽ നമുക്ക് റിക്രൂട്ടിംഗ് ലൈസൻസ് എടുക്കണം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന്. അതായത് 50 ലക്ഷം രൂപ കെട്ടിവെച്ച് ലൈസൻസ് എടുക്കുന്ന ആളുകൾക്ക് മാത്രമേ റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യ രാജ്യത്ത് വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടി അയക്കുന്നതിനുള്ള ഒരു ലൈസൻസിങ് സിസ്റ്റം ഇല്ല. ഉള്ളത് പഞ്ചാബിൽ മാത്രമാണ്. പഞ്ചാബിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബ് ഗവൺമെൻറ് അവിടെ 25 ലക്ഷം രൂപ അടച്ച് ലൈസൻസ് എടുക്കുന്ന ആളുകൾക്ക് മാത്രമേ കുട്ടികളെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കാനുള്ള സൗകര്യം പാടുള്ളൂ എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു. അത് അവിടെ മാത്രം നിൽക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള ഒരു ചർച്ചയുടെ ഇടയ്ക്ക് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ചർച്ചയുടെ അടുത്താണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ആവശ്യം വന്ന് ഇപ്പോൾ ജെനുവിനായിട്ട് ചെയ്യുന്ന ഒരുപാട് ഏജൻസികളുണ്ട്, ഫേക്ക് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പം ഇവിടെ മന്ത്രിസഭ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിൽ ഒഡേപേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് ഇപ്പോൾ 25 lakhsോ 50 lakhsോ അടച്ച് രജിസ്റ്റർ ചെയ്യുന്ന ഏജൻസികൾക്ക് മാത്രമേ ഇതുപോലെ കുട്ടികളെ വിദേശത്ത് അയക്കാൻ ഉള്ള ലൈസൻസ് കൊടുക്കാനുള്ള സംവിധാനം, അത് വളരെ ഗൗരവമായിട്ട് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുള്ള വിഷയമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ട് അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഉണ്ടാക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. താങ്കൾ ഇവിടെ ചോദിച്ചതുപോലെ ഇപ്പോൾ പോകുന്ന എത്രയാണെന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇതുപോലൊരു ലൈസൻസിങ് സിസ്റ്റം കൊണ്ടുവരണം. അത് ഗവൺമെൻറ് ഏറ്റവും അടുത്ത് കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അടുത്തയാൾ പെട്ടെന്ന് ചുരുക്കി ചോദിക്കും. അതായത് ഈ നേരത്തെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഈ എത്ര കുട്ടികൾ പോകുന്നു, ആര് പോകുന്നു, ഏത് തരത്തിലുള്ള കുട്ടികളാണ് പോകുന്നത്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതിനെക്കുറിച്ച് യാതൊരു ഡേറ്റയും പഠനവും ഒതൻറ്റിക്കായിട്ട് നമ്മുടെ അടുക്കയില്ല.
ഉണ്ടെങ്കിൽ തന്നെ ഈ കുട്ടിയുടെ ഒരു പഠനം നടത്തുമോ? ഒന്ന്, ഞാനൊരു 3 മാസത്തിന് മുമ്പ് UK പോയിരുന്നു. അവിടെ 2 സർവകലാശാല, ഹൈ ക്ലാസ് സർവകലാശാലകളല്ല, ഇടത്തരം സർവകലാശാലകളിൽ പോയിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ സെൻസിബിലിറ്റി, ഈ ഒഴുക്കെന്നൊക്കെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതെല്ലാം കാശുള്ള ആളുകൾ കുറച്ച് പേര് പോവുകയാണ്. അത് അവോയ്ഡ് ചെയ്യാത്തവരെല്ലാം ഇവിടെ കിടന്ന് നരയിക്കുകയാണ്. അവിടെ പോയ കുട്ടികൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അവിടുത്തെ കുട്ടികൾ 10-30 ലക്ഷവും ചിലവാക്കി പോകുന്ന കുട്ടികൾ നരകയാതന അനുഭവിക്കുന്നവരുണ്ട്. അവർ പണിയെടുത്ത് ഓഫ് ടൈമിൽ 10-20 മണിക്കൂർ മാസം പണിയെടുത്താണ് അവർ ഇത് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് 2 കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ഗവൺമെൻറ് സംവിധാനം ഉപയോഗിച്ച് 10,000 പേരെ 10-20 കൊല്ലം കൊണ്ട് അയക്കുന്ന ഒരു സംവിധാനമായിട്ട് ഇത് പ്രവർത്തിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇത്തരത്തിലൊരു പഠനം നടത്താൻ പറ്റുമോ? ഒരു ഡേറ്റാ ബേസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സർവകലാശാലകൾ എന്ത് മാറ്റം വരണമെന്ന് ഒരു അക്കാഡമിക് യൂണിയനെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുമോ? നമ്മുടെ സർവകലാശാലകൾ വിദേശത്ത് പോകുന്ന കുട്ടികളെ പോകാതിരിക്കത്തക്ക തരത്തിൽ ഇവിടെ ചേരുന്നതിന് വേണ്ടി എന്തെല്ലാം മാറ്റങ്ങൾ വരണമെന്നൊന്ന് പഠിക്കാൻ പറ്റുമോ? ഞാനൊരു BEd കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപനം കൂടാ. KSUവിൻ്റെ SFIയുടെ ആളുകളുടെ സമരം വരുമ്പോൾ ജില്ലാ കോളേജിലും എവിടെയോ നിന്ന് പ്രിൻസിപ്പലിനെ വിളിക്കുക ഇന്ന് പഠിത്തം നടത്തുന്നത് BEd കോളേജിൽ. ഇതാണ് ഇവിടുത്തെ കാര്യം. നമ്മൾ BEd കോളേജിൻ്റെ പരീക്ഷ അനൗൺസ് ചെയ്തു. ഏത് ദിവസമാണെന്ന് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. സറേ എന്ന് പറയുന്ന ഒരു 2nd ക്ലാസ് യൂണിവേഴ്സിറ്റി പോകുന്ന കുട്ടിക്ക് അവിടെ അഡ്മിഷൻ പ്രൊസീജിയറും പ്ലേറ്റ് ടിക്കറ്റും ഫൈൻ വരുമ്പോൾ അവസാനത്തെ പരീക്ഷയുടെ ഡേറ്റ് വരെ ഉണ്ടാവും. ഈ ഡിഫറൻസ് ട്രൈ ടു പ്രാക്ടീസ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടക്കുന്ന ഈ ഒരു സമയത്ത് താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. കേരളത്തിലെ സർവകലാശാലകളെ നവീകരിക്കുന്നതിനും കേരളത്തിലെ കലാലയങ്ങളെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലാക്കുന്നതിനുമുള്ള എല്ലാ ശ്രമങ്ങളും നടപടികളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തു വരുന്നു. ഇപ്പോൾ പുതിയ ബജറ്റിനകത്ത് നമ്മൾ സ്വകാര്യ സർവകലാശാല, വിദേശ സർവകലാശാലകളെ പോലും വരുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അപ്പം ഇവിടുന്ന് കുട്ടികൾ അങ്ങോട്ട് പോകുന്നതിന് പകരം അവരിവിടെ വന്ന് സ്ഥാപനം തുടങ്ങി ഇവിടെ പഠിക്കാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്, നയമാണ്. അതിനകത്ത് വ്യത്യാസമില്ല. പിന്നെ താങ്കൾ പറഞ്ഞ മറ്റൊരു കാര്യം വളരെ പ്രസക്തമാണ്. അവിടെ പോയി വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞത്, പോകുന്ന കുട്ടികൾ നല്ല പടവും ഇതുമൊക്കെ കണ്ടിട്ട് പോകുന്ന സമയത്ത് ഇത് എവിടെയെങ്കിലും ആയിരിക്കും. ഒഡേപെക്ക് മുഖാന്തരം പോകുന്ന കുട്ടികളാണ് എങ്കിൽ അതിനകത്ത് ടൈംസിൻ്റെ റാങ്കിങ്ങിലുള്ള 500 സർവകലാശാലകൾ, ആ 500 മാക്സിമം പോയ 1000, അതിനപ്പുറത്തേക്കുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലും നമ്മൾ സജസ്റ്റ് ചെയ്യില്ല. ആ കുട്ടികൾക്കെല്ലാം സ്കോളർഷിപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 80% മാർക്കുള്ള കുട്ടിയാണ് എങ്കിൽ അവർക്ക് സ്കോളർഷിപ്പും പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പോകുന്ന കുട്ടികളുടെ കണക്ക് വേണം എന്ന് പറഞ്ഞാൽ ആരോടാണ് കണക്ക് ചോദിക്കേണ്ടതെന്നുള്ള അതിനുള്ള ഉത്തരവാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം ഒരു ലൈസൻസിങ് സിസ്റ്റം വരണം. അപ്പോഴാണല്ലോ ഇത്ര ഏജൻസികളുണ്ടെന്ന്. അപ്പോൾ ആ ഏജൻസികളിലൂടെ എത്ര പേര് പോകുന്നതിനെക്കുറിച്ച്, എവിടെയൊക്കെ പോകുന്നതിനെക്കുറിച്ച് ഉള്ള ഒരു കണക്ക് സർക്കാരിന് കിട്ടുകയുള്ളൂ. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പെട്ടെന്ന് തന്നെ അത് നടപ്പിൽ വരും എന്നാണ് വിചാരിക്കുന്നത്.